കുറച്ച് ദിവസങ്ങളിലായിട്ട് എന്തൊക്കെയോ തിരക്കായി പോയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ലേറ്റായത്. അപ്പോൾ ഞാൻ നമ്മുടെ ഐറ്റംസൊക്കെ കൊണ്ട് പുറത്ത് വന്നിരിക്കുന്നുണ്ട്. ഞാനൊരു സാംസങ്ങിൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം വീഡിയോയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫോൺ ഹോൾഡറിലെ ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ ഗിംബലിൻ്റെ ഈ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്, നിൽക്കും, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, ഫോൺ വീഴുന്നില്ല, പേടി വേണ്ട. ഈ ഒരു മൾട്ടി ഫങ്ഷണൽ മോഡ്യൂളുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു മൈക്ക് 1 മൈക്ക് 2 എന്നൊക്കെ കാണുന്നുണ്ട്. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ ഒരു ചെറിയ സെയിം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിനകത്തൊരു ലോക്കും കൂടിയുണ്ട് എക്സ്ട്രാ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഫോൺ ഹോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ സാധനം വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. എക്സ്ട്രാ ലോക്കും കൂടി ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വെച്ച് കൊടുക്കാൻ പറ്റും. ഈ ഒരു അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വലിച്ചു കഴിഞ്ഞാൽ ആ സാധനം കിട്ടില്ല. കണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഉരിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതാ ഫോൺ എടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ അകത്ത് DJIയുടെ ഒരു മിമോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലേ നമുക്ക് നമ്മുടെ ഗിംബലിൻ്റെ ഫുൾ ഫങ്ഷനാലിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതത്ര വലിയ സ്പേസ് ഒന്നും എടുക്കില്ല. അതങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിനി ബാക്കി പരിപാടികൾ നോക്കാം. ഈ ഹോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ക്യാമറയുടെ ഒരു ഐക്കൺ കാണാം. ഈ ഐക്കണിൻ്റെ ആരോ എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിലാണ് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ പ്ലേസ് ചെയ്യേണ്ടത്. സെയിം ഡയറക്ഷനിലോട്ട് നമ്മൾ ക്യാമറ ഫേസ് ചെയ്യുക. അതായത് നമ്മളെ ഈ ഒരു ഫോൺ ഹോൾഡറിൻ്റെ ആ ഒരു സംഭവം നമ്മൾ സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ഗിംബൽ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ മുകളോട്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും. ഇവിടെ ചാർജ് കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഫുൾ ചാർജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫോൺ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ കറക്റ്റായിട്ട് ഇടണം. കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും നമ്മുടെ ആപ്പിൻ്റെ അകത്ത്. നമുക്ക് ഈ ഫോണൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ കണക്റ്റ് ആയിട്ടില്ല. കാരണം ഓൾറെഡി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുകയാണ്. അതൊന്ന് ഡിസ്കണക്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാം. ഇതാ ഇതിൽ കണക്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ ഇവിടെ പ്രോപ്പറായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും നോക്കാം. ഏകദേശം ഇതാണ്. നമുക്ക് ഈ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ പോലത്തെ കൺട്രോളർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ആംഗിളും മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് ഇത് കംപ്ലീറ്റ് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. നിയർലി 360 എന്ന് മാത്രമേ പറ്റുള്ളൂ. കംപ്ലീറ്റ് 360യിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഓരോ ആംഗിളിലേക്കും പിടിക്കാൻ പറ്റും. ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ സൂം ഇൻ ചെയ്യാൻ സൂം ഔട്ട് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഫോൺ റൊട്ടേറ്റ് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഫോൺ റൊട്ടേറ്റ് ആവും. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോയും വീഡിയോയും ചേഞ്ച് ആവും. സിംഗിൾ ക്ലിക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും മാറും. അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയാവും. നമുക്കിതാ ഇവിടെ ഡിസൈർഡ് എഫക്ട്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് എഫക്ട്സും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. മൂവ് ഔട്ട് മൂവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സൂമിൻ്റെ ഓപ്ഷൻസാണത്. പിന്നെ ഇതാ ഇതിൽ ഒരു ടൈം ലാപ്സ് ഉണ്ട്, ഹൈപ്പർ ലാപ്സ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഫോട്ടോ എടുക്കാം, പനോ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻറ്റ് ആൻഡ് കിഡ്സ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഒരുപാട് മോഡും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. നമുക്ക് വീഡിയോഗ്രാഫിക്ക് പറ്റുന്ന
അത്യാവശ്യം നല്ല രീതിയിലുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം പുള്ള് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റേബിളായിട്ട് ഇരിക്കുന്നുണ്ട് ഫോണ്, കണ്ടോ, അത്യാവശ്യം നല്ലപോലെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ വേറൊരു എക്സ്റ്റെൻഡഡ് ടിൽറ്റ് മോഡൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ടേബിളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്റ്റെൻഡഡ് ടിൽറ്റ് മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈഡായിട്ട് താഴെയുള്ളത്, അതായത് ടേബിളിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്കിങ്ങനെ ഉള്ളിലേക്കാക്കി വയ്ക്കാം. പിന്നെ ഇത് നമുക്കൊരു സെൽഫി സ്റ്റിക്കായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതൊരു സെൽഫി സ്റ്റിക്കായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ അത്യാവശ്യം നമുക്ക് ഒരു ലെങ്ത് വരെ പോകുന്നുണ്ട്. നമുക്കിത് ഉള്ളിലേക്ക് തന്നെ ആക്കി വയ്ക്കാം. ഇത് നല്ല എന്താ പറയുക, ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പരിപാടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാനല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും എടുത്തുതരാനില്ല എന്നൊക്കെ ആണെങ്കിൽ നമുക്കിതൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. കണ്ടോ, ഞാനിവിടെ ഈ ഒരു മൾട്ടി ഫങ്ഷണൽ മോഡ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ലൈറ്റ്സ് നോക്കാം. അത്യാവശ്യം നല്ല ഒരു ഫ്ലാഷ് ലൈറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു പവർ ഉണ്ട് അതിനകത്ത്. നമുക്കതിൻ്റെ മോഡും ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വാം ലൈറ്റ് വേണോ കൂൾ ലൈറ്റ് വേണോ എന്നുള്ള രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് അധികം ലൈറ്റ്സ് ഇല്ല, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അധികം ലൈറ്റ്സ് ഇല്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൾട്ടി ഫങ്ഷണൽ മോഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ മാറിക്കിട്ടും. എക്സ്റ്റേണൽ ലൈറ്റ്സ് ഒന്നും വയ്ക്കുന്ന അത്രയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ലൈറ്റാണിത്. ഞാൻ ഡിറ്റാച്ച് ചെയ്യാണ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കും വയ്ക്കാം. ഇതിന് പിന്നെ ട്രാക്കിംഗ് വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഈ സാധനം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ട്രാക്കിങ് നടക്കുമെങ്കിലും ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫങ്ഷൻസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയത് ഇതിന് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന മോഡൽസിലൊന്നും ഈ ഒരു മൾട്ടി ഫങ്ഷണൽ മോഡ്യൂൾ ഉണ്ടായിട്ടില്ല. ഇത് ഈ ഒരു സീരീസ് മുതലാണ് എനിക്ക് തോന്നുന്നത് പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. കാരണം നമുക്കിതിങ്ങനെ ഓരോ ആംഗിളിലോട്ടും ടിൽറ്റ് ചെയ്യാം. ഞാൻ ഓരോ മോഡലിട്ടിട്ട് ഞാനിങ്ങനെ ടിൽറ്റ് ചെയ്തൊക്കെ നോക്കുകയാണ് എങ്ങനെയാണ്, എത്ര ആംഗിൾ വരെ പോകുന്നുണ്ടെന്നൊക്കെ. ഏത് ടൈപ്പാണെങ്കിലും 360 ഇല്ല, നിയർലി 360 എന്നേ ഉള്ളൂ. ഇതന്നെ ഇവിടെ സ്റ്റോപ്പായിട്ടുണ്ട്. നിയർലി 360 അത്രയേ ഉള്ളൂ. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടൂല. ഞാൻ പറയുന്നത് ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന കാര്യമാണ്. കണ്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നല്ല, നമ്മുടെ കംപ്ലീറ്റ് ആവശ്യങ്ങൾക്കും കൂടി യൂസ്ഫുള്ളാണ്. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് സൂപ്പർ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ എന്തൊരു ഫോട്ടോ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. ഞാൻ കൂടുതലും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കൊടുക്കാറാണ് പതിവ്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം നോക്കുന്ന സമയത്ത് എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഇത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെൽഫി എടുക്കണം എന്നൊക്കെ ആണെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് വരുന്ന മേജറായിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ എനിക്ക് ഈ ഹൈറ്റിലുള്ള സാധനങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുക്കണം, ഒരു ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്കൊരു ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പിന്നെ ഗോപ്രോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസിലേക്ക് പോകാൻ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇരിക്കുന്നത് നല്ല യൂസ്ഫുള്ളായിരിക്കും.